അപ്പോൾ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നൊന്നും ഞാൻ പറയത്തില്ല. വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്നതായാലും ഒരു കണ്ണും മൂക്കും വായും ഇച്ചിരി കയറിപ്പോയോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു DIY ഷീറ്റ് മാസ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് ഷീറ്റ് മാസ്കുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ അവൈലബിൾ ആണല്ലേ. ഇപ്പൊ നൈക്കിലായാലും ആമസോണിലായാലും പർപ്പിളിലായാലും ഫ്ലിപ്കാർട്ടിലൊക്കെ ആയാലും ഒരു 100 രൂപ 120 രൂപയ്ക്ക് കൊടുത്താൽ നമുക്ക് ഒരു ഷീറ്റ് മാസ്ക് മേടിക്കാൻ കിട്ടും അല്ലെ. ആ ഒരു 100 രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്ന ഒരു ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് വൺ ടൈം യൂസ് ആണ്. നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്ത് കളയുക, പിന്നീട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ വീണ്ടും നമ്മൾ റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് വീട്ടിൽ എങ്ങനെ ഒരു DIY ഫേസ് മാസ്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഷീറ്റ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഷീറ്റ് ആണല്ലേ. ആ ഒരു ഷീറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷീറ്റാണ് ഈ ഒരു ഷീറ്റ്. ഇത് നമ്മുടെ ഞാനിപ്പോ എടുത്തേക്കുന്ന കട്ടി കുറഞ്ഞ കിച്ചൺ ടിഷ്യൂ ആണ് കേട്ടോ. നമ്മുടെ ഫേസ് ടിഷ്യൂ ഉണ്ടെങ്കിൽ, ഫേസ് ടിഷ്യൂ ഒക്കെ കിട്ടത്തില്ലേ, അതുണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കുക. ഇപ്പൊ എൻ്റെ ഫേസ് ടിഷ്യൂ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കട്ടി കുറഞ്ഞ കിച്ചൺ ടിഷ്യൂല് ഈ ഒരു കണ്ണും മൂക്കും വായും ഇച്ചിരി ഇറങ്ങിപ്പോയി വായും ഉണ്ടാക്കിയെടുത്താണ്. അപ്പൊ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഈ ഒരു ഷീറ്റ് മതിയാവും. കട്ടി കുറഞ്ഞത് നോക്കി നിങ്ങൾ എടുക്കാത്ത മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ണൊക്കെ കറക്റ്റാ, പക്ഷെ ചുണ്ടിന്റെ ഭാഗം മാത്രം നമ്മളൊന്ന് കയറ്റി വെക്കേണ്ടി വരും. ബാക്കിയൊക്കെ കറക്റ്റാ. അപ്പൊ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ ഈ വെള്ള മുണ്ടക്കയില്ലേ, കട്ടി കുറഞ്ഞ മുണ്ടക്കയില്ലേ, കട്ടി കുറഞ്ഞത് നോക്കിയിട്ട് നേരിയത് അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതിയാവും. അതാകുമ്പോ നമുക്ക് റീയൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ടിഷ്യൂ പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ടിഷ്യൂ പേപ്പർ നമ്മളൊന്ന് ഫേസ് ടവലില് തുച്ഛമായ പൈസ കൊടുത്ത് മേടിച്ചു വെച്ചാൽ നമുക്ക് ഒത്തിരി ദിവസത്തേക്ക് കാണുമല്ലോ. അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ നമ്മളിവിടെ സെറം, ഈ ഒരു നമ്മുടെ എന്താ പറയാ ഷീറ്റ് മാസ്ക് നമ്മള് സെറവും കൂടി വേണമല്ലോ. ആ ഒരു സെറത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് ആണ്. കാണുന്നുണ്ടോ? പൊട്ടറ്റോ ജ്യൂസ് ആണ്. ഇതിപ്പോ കുറച്ച് ഒരു 10-15-20 മിനിറ്റ് ഞാൻ അടിച്ചു വെച്ചിട്ട്, അതുകൊണ്ട് ഇച്ചിരി കളർ വ്യത്യാസം വന്നാണെങ്കിൽ ഒരു ക്രീമി കളറാട്ടോ. കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ടല്ലേ? ഒരു ക്രീം ഓഫ് വൈറ്റ് കളറാട്ടോ നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കുമ്പോ. അപ്പൊ ഇത് സെറ എങ്ങനെ ഉണ്ടാക്കണം, സെറ അല്ല ഈ പൊട്ടറ്റോ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണേന്ന് വെച്ചാല്, ഒരു പൊട്ടറ്റോ എടുക്കുക, തൊലി കളഞ്ഞ് കഴുകുക. കഴുകിയതിന് ശേഷം അതൊരു ടവലോ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ആ വെള്ളം ഫുള്ളൊന്ന് ഒപ്പിയെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ കുഞ്ഞു ജാറിൽ ഇട്ടിട്ട് ഒരു തരി വെള്ളം പോലും ഒഴിക്കാതെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അടിച്ചെടുത്തിട്ട് നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്താൽ മതി. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, പിന്നെ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ, ഗ്ലിസറിനോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഉത്തമമായ എന്താണോ അത് നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു പൊട്ടറ്റോ ജ്യൂസ് അപ്പാടെ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പൊട്ടറ്റോ ജ്യൂസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അതിൽ വൈറ്റമിൻ A, B, C, പിന്നെ നമ്മുടെ പൊട്ടാസ്യം, അയൺ, കാൽഷ്യം, സൾഫർ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒത്തിരി ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിൽ തരുന്നുണ്ട്. അതായത് സ്കിന്നിൽ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ട്, സൺ ടാൻ, സൺബേൺ ഒക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഏജിങ് പ്രിവെന്റ് ചെയ്യും, റിങ്കിൾസ്. അപ്പൊ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പൊട്ടറ്റോ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ പൊട്ടറ്റോ ജ്യൂസ്, അല്ലെങ്കിൽ പൊട്ടറ്റോ മാസ്ക് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഫേസ് ടിഷ്യൂ എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ മുക്കി നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ മുക്കി യൂസ് ചെയ്താൽ ചിലപ്പോൾ ഇത് കീറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്, കാരണം കട്ടി കുറഞ്ഞതല്ലേ. അപ്പൊ ഞാൻ വിചാരിക്കുന്നു, ഇപ്പൊ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതിന്റെ പുറത്തു കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേ എന്തെങ്കിലും ചെയ്താൽ മതി. നിങ്ങൾ ഫേസ് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ബ്രഷ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു ഫേസ് നമ്മുടെ ക്ലോത്ത് ഇല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോത്ത് വല്ലതും ആണ് എടുക്കുന്നുണ്ടെങ്കിൽ മുക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, മുക്കി തന്നെ എടുക്കാം.
പിന്നെ നിങ്ങൾ ഈ ഒരു പൊട്ടറ്റോ ജ്യൂസ് അരിക്കുമ്പോൾ നല്ല രീതിയിൽ അരിച്ച് അതിലുള്ള തരിതരിപ്പൊക്കെ മാറ്റി ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അത് മാത്രമുള്ളൂ അതിൽ ശ്രദ്ധിക്കാം. എടുത്തൊന്നും പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അപ്പോൾ നമുക്ക് ജ്യൂസ് മാത്രമായിട്ട് കിട്ടുമ്പോൾ നല്ലതല്ലേ, അതാ. അപ്പോൾ ഞാൻ ദേ ഇവിടെ നമ്മുടെ ഫേസ് മാസ്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി കീറി പോയി കണ്ടോ, നമുക്ക് അഡ്ജസ്റ്റ്. ഒരു 10 മിനിറ്റ് ഇതുപോലെ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുക. 10 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേ നമ്മളൊരു 10 മിനിറ്റ് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വലിച്ചെടുക്കാം. അതേ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു 10-15 മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ മതിയായിരിക്കും. നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും കേട്ടോ. നല്ല മോയിസ്ചറൈസ് ആയിട്ട് വെക്കാനായിട്ട് ഇവർക്ക് കഴിവുണ്ട്. ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത് ഇനി ഒരു നാച്ചുറൽ മോയിസ്ചറൈസർ ആണ്. നിങ്ങൾക്ക് അറിയോ അത്? ഒരു നാച്ചുറൽ മോയിസ്ചറൈസർ ആണ് പൊട്ടറ്റോ. അത് നമ്മുടെ പൊട്ടറ്റോയിൽ നാച്ചുറലി ഉള്ള ഒരു സാധനമാണ് ഹൈലറോണിക് ആസിഡ്. അപ്പോൾ അത് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കിന്നിനെ നല്ല മോയിസ്ചറൈസ് ആയിട്ട് വെക്കാനും സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളുടെ പിറകെ പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള മോയിസ്ചറൈസർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ആക്നീസിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് സിലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ട്, അതുപോലെ സൈറ്റോകൈനൊക്കെ ഉണ്ട്. അത് നമ്മുടെ പിമ്പിൾസ് വരുന്നതിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഈ സിലിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ലൈറ്റൻ ചെയ്യാനും ബ്ലെമിഷസ് കുറയ്ക്കാനും പിഗ്മെന്റേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതെന്ന് വെച്ചാൽ അതിൽ അസ്കോർബിക് ആസിഡ് റൈബോഫ്ലേവിനൊക്കെ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അലോവേറ ജെല്ലുമായിട്ട് മിക്സ് ചെയ്തിട്ട് പൊട്ടറ്റോ ജ്യൂസ് മിക്സ് ചെയ്ത് നമുക്ക് കണ്ണിന് ചുറ്റും നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒത്തിരി ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് ഒത്തിരി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇത് ചെയ്തു നോക്കാം. ഈ ഒരു ഫേസ് ഷീറ്റ് മാസ്ക് ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കാം ഫേസിൽ. അടിപൊളിയാട്ടോ, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും കാണുന്നവരും ചിൽഡ്രൻ ബൈ.